നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന വഴിയാണ്. ഇത് കണ്ടിട്ട് പറയാതിരിക്കാൻ വയ്യ. അതാണ് ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തിൽ മുകളിലായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഇൻസ്റ്റയിലാണ് ഇതുപോലെ ഷോർട്സ്. അത് എൻ്റെ എന്തെങ്കിലുമൊക്കെ ഞാൻ കച്ചിരി പിച്ചിരി കാണിക്കണമൊക്കെ ഇടുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ സമയത്ത് ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് ഇൻ്റർവ്യൂ തരാമോ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവരെന്ത് കണ്ടിട്ടാണ് ഈ ഇൻ്റർവ്യൂ എന്ന് ചോദിക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ എന്തെങ്കിലും നേടിയെടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം തരുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോട്ടെന്ന് വെക്കാം. എൻ്റെ വല്യപ്പൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു. ഒരു 20 ദിവസം കൂട്ടിക്കോ. അപ്പോൾ ഈ 20 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റുകളും പിന്നെ അപ്പച്ചനെ ഇങ്ങനെ ഓർക്കുമ്പോഴത്തേനും അപ്പച്ചൻ്റെ ആയിട്ടുള്ള പഴയ ഷോർട്സ് വീഡിയോസ് എല്ലാം ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആപ്പാടെ ഒരു വീഡിയോ ആണ് ചെയ്തത്. എന്താ പറയുക, അത് അപ്പച്ചന് എന്ത് പറ്റിയിട്ടാ എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്നും പറഞ്ഞിട്ട് ആ വീഡിയോ എല്ലാവരും കണ്ടതിൻ്റെ അനുസരിച്ചിട്ട് അത് ട്രെൻഡിങ് വന്നായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവരൊന്നും നോക്കാതെ ട്രെൻഡിങ് വന്നെന്നുള്ളൊരു ഇത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇൻ്റർവ്യൂ തരാമെന്ന് ചോദിക്കുന്നത്. എന്തായാലും ഇത് ഭയങ്കര മോശമാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരു പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതൊന്നും കണ്ടിട്ടില്ല, ട്രെൻഡിങ് വന്നു എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കണത് ഇൻ്റർവ്യൂ തരാമെന്ന്. ഇവരുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ച് മണ്ണിനടിയിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഇതേപോലെ ഇവർ ഈ ക്യാമറയും മൈക്കും പൊക്കി പിടിച്ച് ഇൻ്റർവ്യൂ തരാമോ ചെന്ന് ഇവരോട് ആരെങ്കിലും വന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്കത് മനസ്സിലാവും അതിൻ്റെ വില എന്താണെന്നും അല്ലെ സാഹചര്യം എന്താണെന്നും. എല്ലാവർക്കും റീച്ച് കാര്യങ്ങൾ മാത്രം മതി. വളരെ മോശം. ഇത് കാണുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര മോശമായിപ്പോയി. അതിൽ ഒരാളല്ല ചോദിച്ചേക്കുന്നത്, 2 പേരല്ല, ഏകദേശം ഒരു 3-4 പേര്. അതിൽ ആണുണ്ട് പെണ്ണുണ്ട്. ഞാൻ ആരുടെ ഐഡൻറ്റിറ്റി ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ഇവരെ എന്തിനാണ്, അതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.